ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവിടെ ഈ ഒരു വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആചാര്യ ശ്രേഷ്ഠന്മാർക്ക് പ്രണാമം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു കുമാരി സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കളായിട്ടുള്ളവർക്കും മറ്റെല്ലാവർക്കും നമസ്കാരം. മാർഗദർശക മണ്ഡലത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാർഗദർശക മണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്യാസിമാരുടെ ഒരു കൂട്ടായ്മയാണ്. ആ സന്യാസിമാരുടെ കൂട്ടായ്മയുടെ മാർഗദർശക മണ്ഡലത്തിൻ്റെ കേരള ഘടകം നമ്മുടെ കേരള സമൂഹത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഇന്ന് നേരത്തെ പൂജ്യ സ്വാമിജിയൊക്കെ സൂചിപ്പിച്ച വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിൽ യുവതലമുറയിൽ അതുപോലെ തന്നെ കുടുംബ അന്തരീക്ഷത്തിലൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു മറുപടി തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇതെത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. പക്ഷേ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ കുട്ടികളെ കുറിച്ചിട്ട് വളരെ ഉത്കണ്ഠാകുലരാണ്. കുട്ടികൾക്കൊരു ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ലേ എന്നുള്ള ആശങ്ക അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർ എന്താണ് ഇതിനൊരു പരിഹാരം, മുന്നോട്ട് എങ്ങനെ നമ്മുടെ കുട്ടികളെയൊക്കെ നയിക്കണം എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വലിയ തോതിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ അതുപോലെ തന്നെ നമുക്കൊരു ആധ്യാത്മികമായിട്ടുള്ള പാരമ്പര്യമുണ്ട്. വിവേകാനന്ദ സ്വാമികളൊക്കെ ലോകം മുഴുക്കെ ഉദ്ഘോഷിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം എന്നുള്ളത്. ഹിന്ദുധർമ്മത്തിൻ്റെ ഏറ്റവും ആധുനിക കാലത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വക്താവായിട്ട് നിലകൊണ്ട മഹാനാണ് വിവേകാനന്ദ സ്വാമികൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. അപ്പോൾ ആ വിവേകാനന്ദ സ്വാമികൾ അതുപോലെ തന്നെ നമ്മുടെ അനാദിയായിട്ടുള്ള ആചാര്യ പരമ്പരയുടെ കണ്ണിയായിട്ടുള്ള വിവേകാനന്ദ സ്വാമികൾ തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ജീവിത വീക്ഷണമുണ്ട്. ആ ജീവിത വീക്ഷണം നമ്മൾ ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളെല്ലാം അതിക്രമിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിയും ഊർജവും കിട്ടുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഉദ്ധരിക്കാൻ, ഉയർത്താൻ, നമ്മുടെ ജന്മം കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ സാധിക്കാൻ, വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ, അഥവാ വലിയ വലിയ കാര്യങ്ങളൊക്കെ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യാനും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈ മൂല്യങ്ങളിൽ നിന്നും ആചാരപദ്ധതികളിൽ നിന്നും ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നുമൊക്കെ അകന്നകന്നു പോവുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ മാർഗദർശക മണ്ഡലം ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ധർമ്മ സന്ദേശ യാത്ര എന്ന് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളിലൂടെ നമ്മുടെ ഹിന്ദു സമൂഹത്തെ ഉണർത്തുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. അപ്പം അതിൻ്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നീ കുമാരി സംഗമവും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ പ്രശ്നങ്ങൾ പലതുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിന്താലോകമൊക്കെ ഒന്ന് വേറെയാണ്. പലപ്പോഴും ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മുടെ ചിന്താലോകം സ്വാഭാവികമായിട്ടൊന്ന് മാറും. അത് മാത്രമല്ല, ഈ സ്വാമിമാരൊക്കെ എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ, എന്തിന് സ്വാമിമാർ, നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ അതിന് ഇന്ന് വിളിക്കുന്ന ഒരു ഓമനപ്പേരുണ്ട് അല്ലേ, ഒരു പ്രത്യേക വൈബ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. അപ്പം അതുപോലെ ആയിരിക്കും ചിലപ്പോൾ സ്വാമിമാരൊക്കെ പറയുന്നതിനെ കേൾക്കാൻ ആ ഒരു മാനസിക അവസ്ഥ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു വരും. പക്ഷേ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ, കഴിഞ്ഞ ദിവസമാണ്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മളോട് ഉദ്ഘോഷിച്ചിട്ടുള്ള മഹത്തായിട്ടുള്ളൊരു വാക്യമുണ്ട്. അത് ഇതാണ്: ഉദ്ധരേത് ആത്മനാത്മാനം എന്നുള്ളതാണ്. നമ്മളെ സ്വയം ഉദ്ധരിക്കണം, ഉയർത്താനായിട്ട് പരിശ്രമിക്കണം എന്നുള്ളതാണ്.
നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണുള്ളത്. ആ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കിയിട്ട് സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഉയർത്താനുമുള്ള ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണുള്ളത്. ആ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചിട്ട് നമ്മൾ ബോധ്യപ്പെടണം. നമ്മളെ കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഈ ജീവിതം എന്നുള്ളത്. അത് മയക്കുമരുന്നിലൊക്കെ പെട്ടിട്ട് ഹോമിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആത്മഹത്യയിൽ അഭയം തേടാൻ വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ പരാജയബോധത്തോട് കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഈ ലോകത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് നന്മയുണ്ടാക്കുന്ന, സന്തോഷം പകരുന്ന, അതുപോലെ തന്നെ എല്ലാ വിധത്തിലും ഒരു പ്രസാദാത്മകമായിട്ടുള്ള ഭാവത്തെ സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന വിധത്തിൽ മാതൃകയായിട്ട്, മറ്റുള്ളവർക്ക് പോലും മാതൃകയായിട്ട് തീരുന്ന വിധത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഓരോരുത്തരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ, നമുക്കറിയാം ഒരു വിളക്ക് നമ്മളൊരു ഭാഗത്ത് കത്തിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രഭ ചുറ്റിലേക്കും പ്രസരിക്കുന്നുള്ളത്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും അവരവരുടെ ജീവിതത്തിൽ മാതൃകാപരമായിട്ടുള്ള ആചരണം ചെയ്യുകയും ഒരു സ്വഭാവ ഗുണം ആർജിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചുറ്റുപാടിലേക്കും വലിയൊരു സ്വാധീനത്തിൻ്റെ തരംഗത്തെ പ്രസരിപ്പിക്കും. അതിനുള്ള ശക്തിയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും. അതിനുള്ള കഴിവുള്ളവരാണ് ഓരോ കുട്ടികളും. നമ്മളിൽ എല്ലാവരിലും ആ പരമമായിട്ടുള്ള ഈശ്വര ശക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ ഉണർത്തി നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ, നമ്മളിന്ന് അസാധ്യമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ നമുക്ക് സാധിക്കും. ഭഗവത്ഗീത ധ്യാന ശ്ലോകത്തിൽ ഒരു വന്ദന ശ്ലോകമുണ്ട്. മൂകം കരോതി വാചാലം പങ്കുൽ ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം എന്നാണ്. എന്നുവെച്ചാൽ മൂകനായിരിക്കുന്ന ആളെ സംസാരശേഷിയുള്ളവനാക്കിയിട്ട് തീർക്കുന്നതും മുടന്തനായിട്ടുള്ള ആളെ പർവ്വതം കടത്തുന്നതുമായിട്ടുള്ള, എന്നുവെച്ചാൽ നമ്മൾ അസാധ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നമുക്ക് സാധ്യമാക്കി തീർക്കുന്ന ആ ഈശ്വര കാരുണ്യത്തെ ഞാൻ നമസ്കരിക്കുന്നു. ആ പരമ കരുണാവാനായിട്ടുള്ള ഈശ്വരനെ, ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ആ ഒരു ഭാവം ഉൾക്കൊണ്ട് ഈ ലോകത്തിൽ കൃതജ്ഞതാഭരിതമായിട്ടുള്ള, എന്നുവെച്ചാൽ ലോകത്തിന് വേണ്ടിയിട്ട് സമർപ്പണം ചെയ്യാൻ, സേവനം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള മനോഭാവത്തോട് കൂടിയിട്ട് നമ്മുടെ ജന്മത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ധന്യമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ നമുക്ക് ഇവർക്ക് സാധിക്കണം. അതിനുള്ള മാർഗദർശനം നമുക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കുമാരി സംഗമം. പ്രത്യേകിച്ച് കുമാരി സംഗമമാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ഒരു സന്തോഷം തോന്നില്ലേ? ഇങ്ങനെ കുറേ പെൺകുട്ടികൾക്ക് മാത്രം വേണ്ടിയിട്ടൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അതും നാളെ ഇപ്പം നവരാത്രി ആരംഭിക്കാൻ പോവുകയാണ്. നവരാത്രി കാലം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ത്രീ ശക്തിയെ, അല്ലേ, വിശ്വമാതാവായിട്ടുള്ള ജനനിയെ, ജഗദംബികയെ ആരാധിക്കുന്ന കാലമാണ്. ഈശ്വരനെ ഇങ്ങനെ സ്ത്രീ രൂപത്തിലൊക്കെ ആരാധിക്കുന്ന ഒരേ ഒരു സംസ്കാരം എന്നുള്ളത് നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഈ കുമാരി സംഗമം എന്നുള്ളത് നമുക്ക് കൂടുതലൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏതായാലും കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ചും അതുപോലെ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നതിനും എല്ലാത്തിനും വേണ്ടിയിട്ട് പൂജ്യ സ്വാമിജി ഇവിടെ ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് കാണുമ്പം തന്നെ വളരെ സന്തോഷമാണ് തോന്നുന്നത്. ഈ ഹാളിൽ നിറയെ ഈ കുട്ടികൾ, കുമാരിമാരിരിക്കുന്നത് കാണുമ്പോഴുള്ള വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധത്തിലും ആത്മവിശ്വാസവും അതുപോലെ തന്നെ ആ ഒരു സ്വയം പര്യാപ്തതയും ഒക്കെ കൈവരിച്ച് നല്ല ശക്തമായിട്ടുള്ള വ്യക്തിത്വത്തോട് കൂടിയിട്ട് എല്ലാവിധത്തിലുള്ള ജീവിത വിജയവും കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.